കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയ ആ ഭാഗം 10ാമത്തെ വാക്കിൽ വായിച്ചാൽ, അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടെ വൃദ്ധന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. വൃദ്ധന്മാർ, ഈ രക്ഷ ആർക്ക് കിട്ടാൻ വേണ്ടിയാണ്? എലക്ട് എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. 9ാമത്തെ വാക്യം വായിച്ച് അതിനു വേണ്ടിയാണ്. അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിന് ബന്ധനമില്ല. നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാണ്, ഈ ദൈവദാസന്മാർ എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ദൈവദാസന്മാർ പോലും, ദൈവമക്കളല്ല ദൈവദാസന്മാർ പോലും നിന്നില്ല. അതിൻ്റെ അകത്തൊരു ദൈവദാസൻ്റെ കാര്യം എടുത്തു പറഞ്ഞിട്ട് പറയുന്നുണ്ട്, താൻ എന്തുവായാലും എനിക്കൊരു ആശ്വാസമായിരുന്നു, എന്നെ പലവട്ടം വന്ന് കണ്ടു, എനിക്ക് വേണ്ടി നിന്നു, ആ ദൈവദാസനെ ദൈവം പ്രതിഫലം കൊടുക്കുന്ന ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് താൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ള ദൈവമക്കൾക്ക് പോലും വചനം അതിൻ്റെ ആഴത്തിലേക്ക് കയറുമ്പോൾ പലപ്പോഴും നല്ല വിളിയുള്ള ആൾക്കാർ, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ വൃദ്ധന്മാർ, ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന എലക്റ്റഡ്. 10ാമത്തെ വാക്യത്തിൽ ഞാൻ ഈ കഷ്ടം സഹിക്കുന്ന എന്തുകൊണ്ടാണ്? ഐ എൻഡ്യൂർ ഓൾ തിങ്സ് ഫോർ ദ സേക്ക് ഓഫ് ദി എലക്റ്റ്. സ്തോത്രം. എൻ്റെ മേലുള്ള ആ തെരഞ്ഞെടുപ്പും, ആ തെരഞ്ഞെടുത്ത ആൾക്കാരെ ബൈബിൾ പബ്ലിക്കുന്ന പേര്, മലയാളം ബൈബിൾ വൃദ്ധന്മാർ അല്ലെങ്കിൽ ദി എലക്റ്റഡ് വൺസ്. ആ ഞാനും അതിൽ പെടുന്നു, നിങ്ങളും അതിൽ പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വചനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? കഷ്ടം സഹിക്കുന്നത്. അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ ഇതുകൊണ്ടാണ് ഞാനൊരു ദുഷ്പ്രവൃത്തിക്കാരനായിട്ടല്ല ഞാൻ ഐ സഫർ ആസ് എൻ ഈവിൾ ഡൂവർ, അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തിക്കാരനായിട്ടല്ല ഞാൻ കഷ്ടം സഹിക്കുന്നത്. ഞാൻ ചങ്ങല ധരിച്ച്, ഞാൻ ചങ്ങലയില്ല. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ആഴത്തിൽ ചിന്തിച്ചു പോയി, വേറെ പല കാര്യങ്ങളാണ് ചിന്തിച്ച്, ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചില്ല. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന ഐ ആം ചെയിൻഡ്. ഞാനിപ്പം ദൈവവചനം പ്രസംഗിക്കുന്നതിന് വേണ്ടി പിശാചിൻ്റെ വിചാരം എന്തുവാ? ആ മോശയെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ കാലത്ത് 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും അങ്ങോട്ട് വെട്ടിക്കൊന്നാൽ, കുഞ്ഞുങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്തോത്രം. രക്ഷയുടെ പ്രവർത്തനം ഇല്ലാതാവും, ക്രൂശ് മരണം ഇല്ലാതാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ വല്ലതും സംഭവം, സാത്താൻ ലജ്ജിച്ചു പോയില്ലേ? ഞാൻ കഷ്ടം സഹിക്കുന്നു. സാത്താൻ്റെ വിചാരം എന്നെ ചങ്ങലയിൽ പിടിച്ചിടുമ്പോൾ എന്തായിത്തീരുന്ന സാത്താൻ്റെ വിചാരം? എന്നെ ചങ്ങലയിൽ പിടിച്ചിടുമ്പോൾ ആകെപ്പാട് ഈ പ്രവൃത്തിയെല്ലാം ഇല്ലാതാകും എന്നാണ് വിചാരം. പക്ഷെങ്കിൽ അങ്ങനല്ല. താൻ ചങ്ങലയിലാണ് കിടക്കുന്നത്, പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രവൃത്തി മുൻപോട്ട്. ഇന്ന് നമ്മളിവിടെ എറണാകുളം, നമുക്ക് ഈ ദേശത്ത് ഒരു ചെറിയ കൂട്ടമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഈ വചനഭാഗം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ദൈവവചനത്തിന് ബന്ധനമില്ല, എനിക്കേ ബന്ധനമുള്ളൂ. ഞാൻ ആ ചങ്ങലയിലായിരിക്കുന്നത്, എനിക്ക് ഫ്രീഡമില്ല വെളിയിൽ പോകാൻ, പക്ഷെ ദൈവവചനത്തിന് ബന്ധനമില്ല. സ്തോത്രം. ഒരു ശക്തിക്കും, ഒരു റോമൻ ജയിലിനും, ഒരു കൈസർക്കും ദൈവവചനത്തിനെ പൂട്ടിയിടുവാൻ കഴിയത്തില്ല. അത് വളരും, അത് വളർന്ന് തലമുറകൾ പാസ് ചെയ്യും. ഹല്ലേലൂയ. വിശ്വസ്തർ, അടുത്ത ബാച്ച് വിശ്വസ്തരെ ഫലമേൽപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ പട്ടണത്തിലും വന്നിരിക്കുന്നത്, നമ്മുടെ കേരള സംസ്ഥാനത്തിലും വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിത് വീണ്ടും പല ദേശത്ത്, ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഓരോ ദേശത്തും രാജ്യത്തും പോകുമ്പോൾ അവരെന്തിനാണ് പോകുന്നത്? ഈ മൈഗ്രേഷന് ഭ്രമമാണ്. ഇന്ന് ഞാൻ രാവിലെ വായിച്ച ഒരു ന്യൂസാണ്. കുമ്പനാടും പത്തനംതിട്ട ജില്ലയിലെ പല സ്ഥലങ്ങളും, അവിടെയാണ് കുമ്പനാട് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഒക്കെ പല സ്ഥലങ്ങളിൽ ഒറ്റ ചെറുപ്പക്കാർ നാട്ടിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ചില ദേശങ്ങൾ എടുത്തെഴുതാൻ കാണും. മുഴുവനും മൈഗ്രേറ്റ് ചെയ്യും. ഈ മൈഗ്രേഷന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്ന പലരോട് ചോദിക്കുമ്പോൾ എന്നോട് പേഴ്സണലി അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. പണ്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ശരി, ആ ദേശത്ത് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വകയില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ദേശത്ത് പോകുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. കേരളത്തെയും ഭാരതത്തെയും ഒക്കെ ദൈവം എന്ത് ചെയ്തു? ഇത്രത്തോളം ഭൗമികമായിട്ടും ഒക്കെ നിലനിർത്തുന്നു, അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും വെപ്രാളം മാറിയിട്ടില്ല. ആൾക്കാർ നോക്കുന്ന ഒരു മണി വാല്യൂയാണ്. പോയവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ഇത് അവിടുത്തെ ചിലവിന് പോലും നമ്മളിത് മണിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ എമൗണ്ടാണ്. കാര്യം ഇന്ത്യയുടെ മൂല്യം ഇപ്പം ഒന്നുകൂടെ താന്നിരിക്കുന്നതുകൊണ്ട് കൺവേർഷൻ റേറ്റ് അനുസരിച്ച് വലിയ എമൗണ്ടാണ്. അവിടെ ചെല്ലുമ്പോൾ അതൊന്നും അവിടുത്തെ തികയത്തില്ല. കാര്യം ഇവിടെ ആണെങ്കിലും 4ാമത്തെ ആഴ്ചയാകുമ്പോൾ ഓട്ടോപ്പേഴ്സ് ആവുന്നവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 3ാമത്തെ ആഴ്ചയാകുമ്പോൾ എന്തായിത്തീരും? ഓട്ടോപ്പേഴ്സ് ആവും, അല്ലെങ്കിൽ പേഴ്സ് കാലിയാവും.
കാര്യം ഇതിനേക്കാൾ ജീവിത ചെലവും കൂടുതൽ, ആ ഭാഗം ആൾക്കാർ മറക്കുന്നു. എന്തുവാണേലും ആൾക്കാർക്കെല്ലാം ഒരു ഭ്രമമാണ്, എനിക്ക് എവിടെയെങ്കിലും പോകണം, എവിടെയാണേലും പോയാൽ മതി. ഓരോരുത്തരൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഒരു രാജ്യം പറ്റുന്നില്ല, പലയിടത്തും വാതിലുകൾ അടയുക. ഇന്ത്യൻസിനുള്ള വിസ ഡിനൈ ചെയ്യുക. ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ ചെന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് എല്ലാ രാജ്യങ്ങളും PR പെർമനൻറ്റ് റെസിഡൻറ്റ് കൊടുക്കുന്ന ആ സിസ്റ്റമൊക്കെ മാറ്റി പഠിക്കുക, തിരിച്ചിങ്ങോട്ട് നാട്ടിലോട്ട് പോകുക. എന്നാലും വേറൊരു രാജ്യം, വേറെ എവിടെയെങ്കിലും ചെറിയ രാജ്യമുണ്ടോ എന്നൊക്കെ ഓരോരുത്തരൊക്കെ തപ്പുന്ന കണ്ടു, കുഞ്ഞാരും കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാനസികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും. അവർ തന്നെ പറയുന്നുണ്ട് അവിടുത്തെ ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടുത്തെ ഒരു ജില്ലയിൽ തന്നെ ഇവിടെ ഒരു റോട്ടിലുള്ള ആൾക്കാരേ ഉള്ളൂ. എന്ന് വെച്ചാൽ വീടുകളൊക്കെ ഒന്നും അവിടുത്തെ എക്സ്ട്രീം കാലാവസ്ഥ നിമിത്തമാണ്. 8 മാസവും 9 മാസവും 10 മാസവും ഒക്കെ വെളിച്ചവുമില്ല, മഞ്ഞും ഒക്കെയുള്ള കാലാവസ്ഥ നിമിത്തം മറ്റുള്ള രാജ്യത്തിൽ നിന്നൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ സ്റ്റൈപ്പൻഡ് പോലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല കാര്യമാണ്. ദൈവത്തിൻ്റെ ഹിതമുള്ള സ്ഥലത്ത് ചെറുപ്പക്കാർ പോകട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ജോലിക്ക് പോകട്ടെ. പക്ഷെ പോകുമ്പോൾ എങ്ങനെ പോകണം? ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ പോലെ വചനവുമായിട്ട് പോകണം. പോകുന്നത് ഇവിടെ നിന്നൊന്നും ചെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് റേസിസം ഭയങ്കരമായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ ചെല്ലുന്ന രാജ്യങ്ങളിൽ. അവിടെ ഒന്നും ചെന്ന് ഒരു ഇന്ത്യനെയും മേളിലോട്ടുള്ള പദവി, നല്ല പദവിയിലൊന്നും കൊടുക്കത്തില്ല. അവിടെ വെറും സാധാരണ ഈ നമ്മുടെ ഇവിടെ നാട്ടിലെ പറഞ്ഞ കൂലിവേല പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേല ചെയ്യുന്ന പ്രോജക്ട്സാണ് കൂടുതലും അവിടുത്തെ ഗവൺമെൻറ് എൻ്റർടൈൻ ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ അതിൻ്റെ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകത, അത് അവരുടെ പഠിത്തത്തിൻ്റെ ഒക്കെ അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെയും അവരുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ കൂടുതലുണ്ട്. അല്ലെങ്കിൽ മുഴുവൻ റേസിസം ഉള്ളതുകൊണ്ട് ഒരു രീതിയിൽ ഒരു ഇന്ത്യനെ കയറി വരാൻ അനുവദിക്കത്തില്ല. അപ്പോൾ അവിടെ ഒക്കെ ചെന്ന് ഡൗൺ ആയി പോകണ്ടായെങ്കിൽ ചെല്ലുന്നത് ജോലിക്കാകല്ലത്. ജോലി വേണം നമ്മുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ചെലവിന്, ആഹാരത്തിന്. ചെല്ലുന്നത് നല്ല വചനവുമായിട്ട് ചെല്ലുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ സ്തോത്രം അയക്കുമ്പോൾ ചെറുപ്പക്കാർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, അവരോടാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. ചെല്ലുന്നത് ഈ വചനം. ഫെയ്ത്ത്ഫുൾ മെൻ എൻട്രസ് ദിസ് ടു ഫെയ്ത്ത്ഫുൾ മെൻ എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് അതിൻ്റെ 10ാമത്തെ വാക്യം അവിടെ നമ്മൾ കണ്ടല്ലോ, എലക്ട്. ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഐ എം എലക്റ്റഡ്. എൻ്റെ പേരിലൊരു തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ്. ഇനി 11, 12, 13 ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഒന്ന് വായിച്ചാൽ 11, 12 വായിച്ചു. മരിച്ചുവെങ്കിൽ ജീവിക്കും, കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളി പറയുമെങ്കിൽ അവൻ നമ്മെ തള്ളി പറയും. വിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. തന്റെ സ്വഭാവം തെറ്റിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ദിസ് ഈസ് എ ഫെയ്ത്ത്ഫുൾ സെയിങ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാണ് ഈ 11, 12, 13 വാക്യങ്ങൾ വായിക്കുന്നത്. അവിടെ 11 ഇതിൻ്റെ ഒത്തിരി ആഴങ്ങളുണ്ട് കേട്ടോ. ഇത് സ്ഥിരം ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന ഒരു വാക്യഭാഗമാണ്. ഇതിൻ്റെ ഒത്തിരി ആഴങ്ങളുണ്ട്. ഇതൊരു കണ്ടീഷനാണ്. ഇനി ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുവാൻ ഉള്ള കണ്ടീഷൻ. ആ കണ്ടീഷൻ്റെ അകത്ത് പെടുന്ന എന്തോ? ആദ്യം 11ാമത്തെ വാക്യങ്ങൾ, നമ്മൾ അവൻ്റെ കൂടെ മരിച്ചാൽ അതൊന്ന് നിർത്തി ചിന്തിക്കാം. സ്തോത്രം. നമ്മൾ അവൻ്റെ കൂടെ മരിച്ചാൽ കൂടി ജീവിക്കും. നമ്മുടെ ജീവൻ കളഞ്ഞാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അതല്ല എൻ്റെ പറയുന്നത്. ഈ മരിപ്പിക്കേണ്ടത് എന്തുവാ? നമ്മുടെ ജഡത്തെയാണ്. ഇല്ലേ? നമ്മുടെ ആ ജഡീയ സ്വഭാവങ്ങൾ, നമ്മുടെ ജഡത്തെയാണ് മരിപ്പിക്കണം. ജഡത്തിൽ വസിക്കുന്നു. ഓരോ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ, ദൈവവചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ മരിപ്പിക്കേണ്ടത് എൻ്റെ ലൗകിക സ്വഭാവമാണ്. അപ്പം ഞാൻ മരിച്ചാൽ ഓരോ വിഷയത്തിലും എൻ്റെ സ്വഭാവം, എൻ്റെ പാരമ്പര്യ സ്വഭാവമായിരിക്കും, ജഡീക സ്വഭാവമായിരിക്കും, ലോകമോഹമായിരിക്കും. അതിനെ മരിപ്പിക്കുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? അത്രയും കൂടി ദൈവിക ജീവൻ എന്നിലേക്ക് വരിക. ഈ ജീവൻ ഇല്ലാത്തതുകൊണ്ട് അനേകർ ഈ നാളുകൾ മടുത്തു പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ മരിക്കുവാണെങ്കിൽ കൂടെ വാഴും. So if I die, I will live with him, I will reign with him എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ജഡത്തിനെ മരിപ്പിക്കുന്നെങ്കിൽ, സ്തോത്രം, ഓരോ വിഷയത്തിൽ മരിക്കുന്ന അനുസരിച്ച് എങ്കിൽ മാത്രമേ ഞാൻ കർത്താവിനോടുകൂടി നിത്യതയിൽ ജീവിക്കത്തുള്ളൂ. അടുത്ത വാക്യം, സഹിക്കുന്നുവെങ്കിൽ ഇഫ് വി endure, I will reign with him. അപ്പം സഹിക്കാൻ നമുക്കെല്ലാം എന്തുണ്ടെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? കഷ്ടതകളുണ്ട്. സഹിക്കുക എന്ന് പറയുന്നത് എന്തുവാ? സന്തോഷം ആരും സഹിക്കുവല്ല. സന്തോഷം വി എൻജോയ്, ഇല്ലേ? സഹിക്കുന്നത് എന്തുവാ? ഒട്ടും സഹിക്കാൻ വയ്യാത്ത അനുഭവത്തിൽ കൂടെ നിന്നയായിരിക്കും, പരിഹാസമായിരിക്കും, ഒറ്റപ്പെടലായിരിക്കും, ശാരീരിക ക്ഷീണമായിരിക്കും, മാനസിക ക്ഷീണങ്ങളായിരിക്കും, നമ്മളെ മടുപ്പിക്കുന്ന അവസ്ഥകളായിരിക്കും. സഹിക്കുക. എല്ലാ ദൈവമക്കൾക്കും സഹിക്കാൻ ഒരു ക്രൂശുണ്ട്. അത് ഓരോ
വിഷയങ്ങൾ അതൊന്നു മാറി വരുമ്പോൾ അടുത്തൊരു വിഷയം വരും. അത് ദൈവമക്കളുടെ ഈ മരുഭൂമി ജീവിതത്തിൻ്റെ അകത്തുള്ളതാണ്. അവരും ഈ വെയിലും ചൂടും കഷ്ടതയും ജാതികളിൽ നിന്നുള്ള പ്രതികൂലങ്ങളും യുദ്ധങ്ങളും ഒക്കെ സഹിച്ചാണ് ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്ര നമുക്കൊരു നേടലായിട്ട് നിൽക്കുമ്പോൾ, ഈ മരുഭൂമി യാത്രയിൽ ഇവിടെ എഴുതിയിരിക്കുന്ന നീ സഹിക്കുന്നെങ്കിൽ നീ കൂടെ വാഴും. കുറേയൊക്കെ സഹിച്ചിട്ട് പലപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്ന ഒരു കുഴപ്പമാണ്, ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, പകുതി വരെയൊക്കെ ഞാൻ സഹിച്ചു. ചിലരൊക്കെ പറയുന്നേക്കാം, ഈ ഒത്തിരി നാളായി ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുക, സഹിക്കുക, നിന്ന് സഹിക്കുക, വില കൊടുക്കുക, ഇനി എനിക്ക് നിന്നെയൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്കാ നഷ്ടം? കർത്താവിനാണോ നഷ്ടം? കർത്താവിന് ആളും കർത്താവിന് സ്വർഗത്തിൽ ആൾക്കാർ കുറവൊന്നുമില്ല. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും, സ്വർഗീയ സൃഷ്ടികൾ ലക്ഷക്കണക്കിനാണോ കോടിക്കണക്കിനാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. സ്വർഗം നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൂമി പോലെ ഒരു ഭൂമിയൊക്കെ ദൈവത്തിന് മുമ്പിൽ, സൂര്യനെ സൃഷ്ടിച്ചവൻ ഭൂമിയേക്കാൾ ആയിരം മടങ്ങ് വലിപ്പമുള്ള സൂര്യനെയും അതിനേക്കാൾ വലിയ സ്റ്റാർസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച വലിയവനായ ദൈവത്തിന് ഇതുപോലെ തന്നെ എത്ര മിൽക്കി വേസ്, ഇതുപോലെ തന്നെ എത്ര യൂണിവേഴ്സൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എവിടെയൊക്കെ ജീവികളുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. സ്വർഗത്തിലെ സ്വർഗീയ സൃഷ്ടികൾക്ക് കുറവില്ല എന്ന് വെളിപ്പാട് പുസ്തകത്തിലെ ആരാധന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എണ്ണത്തിനൊന്നും ഒരു കുറവില്ല. പതിനായിരക്കണക്കിന് കെരൂബുകളായിരിക്കും അവിടെ ആരാധനയ്ക്കുള്ളത്. ദൈവത്തെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾ പോയി, അയ്യോ അതിൻ്റെ എണ്ണത്തിന് കുറഞ്ഞു, കർത്താവിൻ്റെ സ്വർഗത്തിൽ ആളൊന്നും കുറയത്തില്ല, ദൈവത്തിൽ ഒരു ചെറിയ ശേഷിപ്പിനെ മാത്രമേ സ്വർഗത്തിൽ കൊണ്ടുപോകത്തുള്ളൂ എന്ന് നമ്മൾ കാണുന്നു. അതിനുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ സഹിച്ചാൽ, ഇഫ് വി എൻഡ്യൂർ വി വിൽ റെയിൻ വിത്ത് ഹിം. നമ്മൾ അവസാനം വരെയും സഹിച്ചാൽ, പകുതിയാകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, നീ കർത്താവിനോട് കൂടി വാഴത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. സ്വർഗത്തിൽ പോയിട്ട് വാഴാത്ത ഒരവസ്ഥയില്ല. സ്വർഗത്തിൽ പോകുന്ന എല്ലാവരും ദൈവം ന്യായവിധിപുസ്തകത്തിൽ, ജീവൻ്റെ പുസ്തകത്തിലും പ്രവൃത്തിയുടെ പുസ്തകമൊക്കെ അനുസരിച്ച് സ്വർഗത്തിലേക്ക്, കർത്താവിൻ്റെ മണവാട്ടിയിലേക്ക്, മണിയറയിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സിംഹാസനമുണ്ട്. കർത്താവിനോട് കൂടി വാഴുന്ന ഒരു സ്വർഗീയ അവസ്ഥയിൽ ഒരു ഉയർന്ന ഒരു ശ്രേഷ്ഠമ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇപ്പോഴത്തെ ഈ കാഴ്ചപ്പാടൊന്നും പോരാ, ഭയങ്കരമായിട്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോൾ, പ്രത്യേകിച്ച് ഈ ഫോണും പിന്നെ മറ്റുപോലുള്ള പല കാര്യങ്ങളാണ് നമ്മളെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ലോകത്തിലെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഒരു നിമിഷം. യെശയ്യാ പ്രവാചകനും ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ ചിന്തിച്ച പോലെ സ്വർഗീയ ദർശനം ഒന്ന് കാണുവാനിടയായി തീർന്നാൽ എത്ര നല്ലതായിരുന്നു. നമ്മൾ സ്വർഗത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ കഴിഞ്ഞ്, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോകുന്നുണ്ടോ എന്ന് കർത്താവിന് മാത്രം അറിയാം. നിങ്ങളുടെ ഹൃദയം മാറിപ്പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് നമ്മുടെ ഹൃദയം ഓരോ കാറ്റിനാൽ അലയും, നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന, നീ അവസാനം വരെയും നീ കർത്താവിന് വേണ്ടി സഹിച്ചാൽ മാത്രമേ നീ കർത്താവിനോട് കൂടി വാഴത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പകുതി വഴിക്ക് നീ കർത്താവിനെ ത്യജിച്ചാൽ, നാം തള്ളിപ്പറഞ്ഞാൽ, കർത്താവ് കരുണാമയനല്ലേ, ദൈവം ക്ഷമിക്കുന്നവനല്ലേ, ഞാൻ സ്നാനപ്പെട്ടതല്ലേ, ഇത്രയും നാളായിട്ട് സഭയിലൊക്കെ പോകുന്നതല്ലേ, സഭയിലൊക്കെ കൊടുക്കുന്നതല്ലേ, എന്നെ കർത്താവ് തള്ളിക്കളയുമോ? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? നീ കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ കർത്താവ് നിന്നെ എന്ത് ചെയ്യും? തള്ളിക്കളയും. ഹി വിൽ ഡിനൈ യു. അതുകൊണ്ട് കരുണാസമ്പന്നൻ, അതൊക്കെ ശരിയാ, കൃപായുഗം അതെല്ലാം ശരിയാ. ഈ പുതിയ നിയമത്തിലാണ് ദൈവത്തിൽ നിന്ന് വെളിപ്പാടിൻ്റെ ആധിക്യം എന്നാണ് പൗലോസിനെ പറ്റി പറയുന്നത്. ആ പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടക്കുമ്പോൾ, അവസാനം മരണം കാത്ത് ജയിലിൽ കിടക്കുമ്പോൾ, ഒരു കാര്യവും തനിക്ക് ലോകത്തിലെ വിഷയമില്ല, തനിക്ക് കുടുംബവും അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും തനിക്ക് വിഷയമല്ല. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്നും ലഭിക്കാത്ത ആഴത്തിലുള്ള മർമ്മം തനിക്ക് ലഭിച്ചത്. ഇത് നീ വിശ്വസ്തരെ പരമേൽപ്പിക്കണം. ഇത് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന വിശ്വസ്തരായ ദൈവമക്കളെയും ദൈവദാസന്മാരെ നീ ഇത് പരമേൽപ്പിക്കണം. ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കുക, നമ്മൾ കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ, ഈ രക്ഷ ആരും തള്ളിക്കളയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഞാനിനി ദൈവത്തെ വേണ്ട എന്ന് പറയുമല്ലോ ആരും ചെയ്യുന്നത്.
നമ്മളെ വിളിച്ച വിളി അനുസരിച്ച് നിന്നില്ലെങ്കിൽ, നമ്മളെ സ്തോത്രം ദൈവം അനുവദിക്കുന്ന അനുസരിച്ച്, ബലപ്പെടുത്തുന്ന അനുസരിച്ച് ഓരോ സ്റ്റെപ്സ് മുൻപോട്ട് നമ്മൾ എടുത്ത് വളർന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ കർത്താവിൻ്റെ പാതയിൽ അല്ല, നമ്മൾ കർത്താവിനെ തള്ളിക്കളയുക. ഇഫ് യു ഡിനൈ ഹിം ഹീ വിൽ ഓൾസോ ഡിനൈ യു. അപ്പോൾ ഇതൊരു മ്യൂച്വൽ കൺസെൻ്റ് ആയില്ലേ? ഞാൻ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി നിൽക്കും. ഞാൻ കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ കർത്താവ് എനിക്ക് ആ റെസ്പോൺസാണ് വേണ്ടത്. സ്തോത്രം. അത്രയെങ്കിലും മനസ്സിലായി കാര്യം. ഇത് വിശ്വസ്തര മനുഷ്യരെ ദൈവം വരമേൽപ്പിച്ചിരിക്കും അതൊന്ന് വ്യക്തമായി പഠിപ്പിക്കാൻ. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വരണം. ഞാൻ കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ അവൻ എന്നെയും തള്ളിക്കളയും. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്ക് ആ ഭാഗം ചിന്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യക്തമായി തന്നോട് പറഞ്ഞു. ഇനി 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം തെറ്റുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഈ 3 വാക്യം 11, 12, 13 വളരെ ആഴമേറിയ കണ്ടീഷൻ, സ്വർഗരാജ്യത്തിൽ പോകുവാനുള്ള കണ്ടീഷൻസ്. സ്നാനപ്പെട്ടാലൊന്നും മാത്രം സ്വർഗത്തിൽ പോകത്തില്ല. ഒരു സഭയുടെ മെമ്പർഷിപ്പ് രജിസ്റ്ററിൽ ഉണ്ടെങ്കിലൊന്നും മാത്രം സ്വർഗത്തിൽ പോകത്തില്ല. അതിൻ്റെ കണ്ടീഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവസാനം പറയുക, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ഹീ വിൽ റിമെയിൻ ഫെയ്ത്ത്ഫുൾ. നമ്മൾ വചനത്തിൽ നിന്ന് മാറിപ്പോയാലും ദൈവം വചനപ്രകാരമാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മൾ വചനത്തിൽ നിന്ന് മാറിപ്പോയാലും ദൈവം വചനപ്രകാരമാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. ഓർത്തോണം, ദൈവത്തിന് വചനം വിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് സ്ഥാനം പിടിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസഫലകളിൽ എഴുതട്ടെ. അവനെ തള്ളിക്കളഞ്ഞാൽ അവൻ നിന്നെയും തള്ളിക്കളയും. നമ്മൾ അവിശ്വസ്തരായി പോയാൽ, ഞാൻ പറഞ്ഞില്ലേ, പോയി അതിന് ദൈവത്തെ തള്ളിക്കളഞ്ഞ് വിഗ്രഹത്തെ ആരാധിക്കാൻ പോകുന്നൊന്നും അല്ല അവിശ്വസ്തത. നമുക്ക് ഫെയ്ത്ത്ഫുള്ളായി തീരുവാൻ കഴിയാത്ത ഏരിയകളെല്ലാം എന്തുവാണ്? അൺഫെയ്ത്ത്ഫുൾ. വി ആർ ബീങ് അൺഫെയ്ത്ത്ഫുൾ. അവിശ്വസ്തരായി തീരുക. എവിടൊക്കെ നമുക്ക് ദൈവത്തിന് വേണ്ടി ശക്തരായി നിൽക്കുവാൻ കഴിയുന്നില്ല, എവിടൊക്കെ നമുക്ക് സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയത്തില്ല, എവിടൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുന്നില്ല, എവിടൊക്കെ ബലഹീനതകൾ നിമിത്തം വീട് പോകുന്നു, അവിടെ എല്ലാം വി ആർ ബിക്കമിങ് അൺഫെയ്ത്ത്ഫുൾ. നമ്മൾ അവിശ്വസ്തരായി തീരുക. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം നിൽക്കും. വിശ്വസ്തനായി നിൽക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മേളിൽ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. അവനെ തള്ളിക്കളഞ്ഞാൽ അവൻ നിന്നെയും തള്ളിക്കളയും. അല്ലല്ല, നീ സഹിച്ചില്ലെങ്കിൽ നീ അവനോട് കൂടി വാഴത്തില്ല എന്ന്, നീ മരിച്ചില്ലെങ്കിൽ നീ ജീവിക്കത്തില്ല, നീ ഓരോ കാര്യത്തിലും നീ മരിപ്പിച്ചില്ലെങ്കിൽ, സ്തോത്രം, നീ അവനോട് കൂടി ജീവിക്കത്തില്ല, സ്വർഗത്ത് കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവസാനം ആ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നീ അവിശ്വസ്തനായി തീർന്നാലും അവനെന്തുവാ എന്ന് വെച്ചാൽ, നീ അവിശ്വസ്തനായി തീർന്നാലും പൊടിയൊക്കെ തട്ടി നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നല്ല എൻ്റെ അർത്ഥം. He has to stand for the word of God. ദൈവം പ്രമാണപ്രകാരം നിൽക്കും. നീ കിട്ടിയ പ്രമാണപ്രകാരം, വചനത്തിന് പ്രമാണപ്രകാരം അവിശ്വസ്തനായി തീർന്നാലും ദൈവം ആ പ്രമാണപ്രകാരം നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഓരോ ദിവസവും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആ പ്രമാണം അനുസരിച്ച്, ഈ കണ്ടീഷൻ അനുസരിച്ച് യു സ്റ്റാൻഡ് ഫോർ ദ ലോർഡ് ആൻഡ് ഹീ വിൽ സ്റ്റാൻഡ് ഫോർ യു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഓർപ്പിക്കുന്ന, സഭയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും ദേശത്ത് പ്രമാണത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയൊക്കെ നമ്മൾ നിന്നാൽ മാത്രമേ നമ്മുടെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ അയച്ച് ദൈവം നമുക്ക് വേണ്ടി കരുതത്തുള്ളൂ. അതൊരു അല്ലെങ്കിൽ അനുഭവിച്ചറിയേണ്ട ഒരു പ്രമാണമാണ് ദൈവമക്കളെ. ഇനി എൻ്റെ 14-ാമത്തെ വാക്യം ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഇവിടെ വീണ്ടും വീണ്ടും നീ അവനെ തള്ളിക്കളഞ്ഞാൽ, ഇഫ് യു ഡിനൈ ഹിംസെൽഫ്. മത്തായി സുവിശേഷത്തിൽ നിന്ന് വളരെ കട്ടിയായിട്ടുള്ളൊരു ഭാഗമാണ്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. ദേവദാസന്മാർ പൊതുവേ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കാത്തതോ പ്രസംഗിക്കാത്തതോ, കൺവെൻഷനൊന്നും ഇത് പ്രസംഗിക്കത്തില്ല. കാര്യം പ്രസംഗിച്ചാൽ പിന്നെ കൺവെൻഷന് ആരും കാണത്തില്ല. 10-ാം അധ്യായം മത്തായി സുവിശേഷം യേശുവിൻ്റെ വളരെ ആഴമേറിയ പ്രഭാഷണത്തിൽ ടീച്ചിങ്ങിൽ യേശു കർത്താവ് പഠിപ്പിച്ചപ്പോൾ 10-ാം അധ്യായം മത്തായി സുവിശേഷം 10-ാം അധ്യായം 37, 38, 39 വായിച്ച്. മാത്യു 10:37-39. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ മത്തായി സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ തുടക്കത്തിലെ ഒരു ഭാഗ്യം വായിച്ചു. അവിടും എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടി
എനിക്ക് വേണ്ടി, യേശുവിന് വേണ്ടി അപ്പനെയോ അമ്മയോ വീടോ നാടോ നിലമോ ഒക്കെ ഡിനായി ചെയ്താൽ, തള്ളിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ നിനക്ക് 100 ഇരട്ടി പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് എന്ന് വായിച്ചിട്ട് അതേ അധ്യായത്തിൽ മുമ്പോട്ട് വരുമ്പോഴാണ് 37-ാമത്തെ വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പനെയോ അമ്മയോ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ, ഹി ഹു ലവ്സ് ഹിസ് ഫാദർ ഓർ മദർ മോർ ദാൻ മീ ഈസ് നോട്ട് വർത്തി ഓഫ് മീ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് യോഗ്യന ഉള്ളവനല്ല. എല്ലാ ഉപമയിലും യേശു കർത്താവ് എല്ലാ ടീച്ചിങ്ങിൽ സ്ഥിരം പറയുന്ന പോലെ സ്വർഗരാജ്യത്തിന് ഈസ് നോട്ട് വർതി ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ എനിക്ക് യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ അതെൻ്റെ അർത്ഥം. പിന്നെ ഒരുവൻ അവൻ്റെ മകനെയോ മകളെയോ, ഇല്ലേ? ഓ സ്തോത്രം. ദേവദാസന്മാർ ഇതൊന്ന് സഭയിലൊന്ന് പഠിപ്പിച്ചായിരുന്നെങ്കിൽ, സ്തോത്രം, ഈ ടെമ്പററി റിലേഷൻഷിപ്പിനേക്കാൾ എത്ര ഈ താൽക്കാലികമുള്ള കാഹളമൂതുന്നവരെ മാത്രമുള്ള ഈ ബന്ധത്തേക്കാൾ, കുടുംബ ബന്ധത്തേക്കാളൊക്കെ എത്ര ശ്രേഷ്ഠവും എത്ര നിത്യവുമാണ്, സ്തോത്രം, എത്ര നിലനിൽക്കുന്നതാണ് യേശുവുമായിട്ടുള്ള ബന്ധം. അപ്പം നമ്മൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ പ്രാധാന്യത കൊടുത്ത് അനേകർ യേശുവിന് വേണ്ടി നിൽക്കേണ്ടതുപോലെ, വിളിച്ചതുപോലെ നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വളരെ കട്ടിയായ ഭാഷയാണ്. അവനെനിക്ക് യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ അവനെ എനിക്ക് വേണ്ട. നമ്മളിവിടെ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ച 11, 12, 13 സ്വർഗരാജ്യത്തിൽ പോകുവാൻ ഉള്ള കണ്ടീഷൻസ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ എന്നെ തള്ളിക്കളഞ്ഞാൽ ഞാനും അവൻ എന്ത് ചെയ്യും? അവസാനം വരും. സഹിച്ചില്ലെങ്കിൽ അവൻ എന്നോടുകൂടി വാഴത്തില്ല. അപ്പോൾ ആ കണ്ടീഷൻസ് പോലെ തന്നെയാണ് ഇവിടും എഴുതിയിരിക്കുന്നത്. ഒരുവൻ അവൻ്റെ അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ, അത് പറയണമെങ്കിൽ, ദൈവദാസന്മാരത് പഠിപ്പിക്കണമെങ്കിൽ, ഒന്നാമത് അവരുടെ ജീവിതത്തിൽ അത് കാണണം. പൊതുവേ നമ്മൾ കണ്ടുവരുന്നതാണ്, ദൈവദാസന്മാരാണെങ്കിൽ പോലും വളരെ ശക്തമായിട്ട് വേണേൽ പഠിപ്പിക്കും. പ്രസംഗിക്കാൻ അറിയാവുന്നവർക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ലേ, സംസാരിക്കാൻ അറിയാവുന്നവർക്ക് ബോൾഡായിട്ടങ്ങ് സംസാരിക്കാം. പക്ഷേ അവരുടെ ഓരോ വിഷയം, കുടുംബത്തിൻ്റെ വിഷയം വരുമ്പോൾ കണ്ണടച്ചും ക്ഷമിച്ചും, മക്കളല്ലേ, അത് അവസാനം ദൈവം തന്നെ അതങ്ങ് വിളിച്ചെത്തു കൊണ്ടിരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. എനിക്കെന്തുവായാലും ഇന്ന് പകൽക്കാലം എൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്, പിതാവുണ്ട്. പ്രാഗൽഭ്യത്തോടു കൂടി എനിക്ക് പറയാം, വളരെ സ്ട്രിക്റ്റായിട്ട് അങ്ങനെയുള്ള ഓരോ വിഷയത്തിൻ്റെ മക്കളാണെങ്കിൽ പോലും പുറത്താക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്ഷരികമായിട്ട് ഭവനത്തിൽ നിന്ന് പുറത്താക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യുന്ന ആളാണ്, അത് ഇനിയും ചെയ്യുവാൻ മടിക്കത്തില്ല. അവസാനം വരെയും എനിക്ക് വചനം പഠിപ്പിക്കേണ്ടതുകൊണ്ട് ഞാനത് എന്ത് ചെയ്യും? ചെയ്തിരിക്കും. അത് സഭയിൽ നിന്നാണെങ്കിലും അത് കുടുംബത്തിൽ നിന്നാണെങ്കിലും ചെയ്യാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ വിഷമത്തോടു കൂടിയാണ് പലപ്പോഴും ചെയ്യുന്നെങ്കിലും ഇവിടെ യേശുവിൻ്റെ പ്രമാണമാണ്, ഒരുവൻ അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ, യേശു കർത്താവ് പറയുക, എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ അവൻ എനിക്ക് ഉള്ളവനല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ സ്വർഗത്തിൽ പോകത്തില്ല, കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടത്തില്ല. ഹീ ഈസ് നോട്ട് വർത്തി ഫോർ മീ. എൻ്റെ കൂടെ, എൻ്റെ പേരിൽ അവൻ അറിയപ്പെടേണ്ട, എൻ്റെ കൂടെ മണിയറയിൽ പ്രവേശിക്കത്തില്ല, എൻ്റെ മണവാട്ടിയായി തീരത്തില്ല. 38 എഴുതിയേക്കുന്ന കുരിശെടുത്ത്, ഇല്ലേ? 38 പറയുന്നു, തൻ്റെ ക്രൂശ് എടുത്ത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്രൂശുണ്ട്, ഒരു കഷ്ടതയുണ്ട്. അത് മിണ്ടാതെ പെറുപെറുക്കാതെ ആ ക്രൂശ് എടുത്ത് എന്നെ പിൻപറ്റുന്നവൻ, അവൻ മാത്രമേ എനിക്ക് യോഗ്യനുള്ളൂ. ക്രൂശ് എടുത്തിട്ട് കഷ്ടത കൂടുതൽ എനിക്ക് നിന്ന കർത്താവിന് വേണ്ടി സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കർത്താവിന് ഒരു നഷ്ടവുമില്ല. കർത്താവിന് എണ്ണമൊന്നും ഒരു വിഷയമല്ല. ഹീ ഈസ് നോട്ട് വർത്തി ഫോർ മീ എന്ന് 38-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടാണ് 39-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഹീ ഹു ഫൈൻഡ്സ് ഹിസ് ലൈഫ് വിൽ ലൂസ് ഇറ്റ് ആൻഡ് ഹീ ഹു ലൂസസ് ഹിസ് ലൈഫ് ഫോർ മൈ സേക്ക് വിൽ ഫൈൻഡ് ഇറ്റ്. അവനവൻ്റെ ജീവനെ സ്തോത്രം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്, ഈ ലോകത്തിലെ ജീവിതത്തിന്, മൈ ലൈഫ്, മൈ കരിയർ, മൈ ഫ്യൂച്ചർ, അതിന് നീ പ്രാധാന്യത കൊടുത്താൽ നീ നിൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തും. നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ നിൻ്റെ കരിയറും നിൻ്റെ ഫ്യൂച്ചറും നിൻ്റെ ഭാവിയും എല്ലാം യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ പ്ലാൻ എല്ലാം മാറ്റി വെക്കുന്നു, യേശുവിൻ്റെ പദ്ധതി എന്നിൽ കൂടി നിവർത്തിച്ചാൽ മതി എന്ന് ആര് പറയുന്നു, അവനവൻ്റെ ജീവനെ കണ്ടെത്തും. അവനാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. ഇതിനൊക്കെ ഒത്തിരി ആഴങ്ങളുണ്ട് ദൈവമക്കളെ. ഇത് മനസ്സിലാകണേ തന്നെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, നമ്മൾ തൊട്ട് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-ാം അധ്യായം 2 തിമോത്തിയോസ് 2:7 ഒന്ന് വായിച്ച്. ഇത് മനസ്സിലാകണേ പ്രത്യേക ബുദ്ധി വേണം. ഫിലിപ്പിയ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടവർക്ക് എന്ന് വെച്ചാൽ those who are worthy for me. ഇന്നലെ എന്നോട് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു PG എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ സുശേഷകൻ
താൻ ഇന്നലെ ഒരു ഡൗട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡൗട്ട്സ് വരും പല ദേവദാസന്മാർ, പല കുടുംബങ്ങൾ. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് 3-4 ഡൗട്ട് ഇതുപോലെ വന്നു. അതിൻ്റെ അകത്ത് ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചത്, ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ബെന്യാമിൻ ഗോത്രത്തിന് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യത വന്നു? അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, യഹൂദ ഗോത്രമല്ലേ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടത്? പക്ഷേ ലേവ്യ ഗോത്രത്തെയാണ് ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചത്. യഹൂദ ഗോത്രത്തെ പോലും തള്ളിയിട്ട് യേശു ജനിച്ച യഹൂദ ഗോത്രം സിംഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊടിയാണ് അവരുടെ പിക്ചർ. ഈ ടാബർനാക്കിൾ അല്ലെങ്കിൽ സമാപന കൂടാരത്തിൻ്റെ ഒക്കെ ഗേറ്റിൻ്റെ അവിടെ ആ കൊടിയാണ്, അല്ലെങ്കിൽ അവരെയാണ് അവിടെ ആക്കിയിരിക്കുന്നത്, അവർക്കാണ് അവിടെ പാളയം. അപ്പം എല്ലാ രീതിയിലും യഹൂദ ഗോത്രം മൂത്തതും മുൻപിൽ നിൽക്കേണ്ടതും ഒക്കെ ആയിട്ടിരിക്കുന്നത് യഹൂദ ഗോത്രം, യേശു ജനിച്ച ആ ഗോത്രം. പക്ഷെ അവരെ തള്ളിക്കളഞ്ഞിട്ട് ഒട്ടും അറിയപ്പെടാഞ്ഞ വലിയ കാര്യങ്ങളൊന്നും കഴിഞ്ഞ നാളുകൾ ചെയ്യാഞ്ഞ, അല്ലെങ്കിൽ യാക്കോബിൻ്റെ കാലഘട്ടത്തിലൊന്നും വലിയ മിടുക്കനല്ലാഞ്ഞ ഒരു മകനായ ലേവ്യ, ആ ഗോത്രത്തെയാണ് ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. കാരണം എന്നാ? സ്തോത്രം. ഇസ്രായേൽ മുഴുവനും അല്ലെങ്കിൽ അഹരോനും കൂട്ടരും മഹാപുരോഹിതൻ തൊട്ട് കാളക്കുട്ടിയെ ആരാധിക്കാനും അതിനെ ഷെയ്പ്പ് ചെയ്യാനും ഉണ്ടാക്കാനും ഈജിപ്തിലെ ആരാധന, ലോകത്തിലെ ഭാലിലെ കാര്യങ്ങളും പാർട്ടിയും ആ വിഷയത്തിനൊക്കെ നിന്നപ്പോൾ, ആ കാളക്കുട്ടി ആരാധിച്ചപ്പോൾ വളരെ വിഷമത്തോടുകൂടി അഭിഷക്തനും യഹോവയായ ദൈവവും പറഞ്ഞത്, യഹോവയ്ക്കുള്ളവൻ എന്ത് ചെയ്യട്ടെ? ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. ഒരൊറ്റ ചോദ്യമാണ്. എല്ലാവരും വീണ് പോയപ്പോൾ, എല്ലാവരും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ദൈവം ചോദിച്ചു, യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. അന്ന് ദൈവത്തിനു വേണ്ടി ഇസ്രായേൽ മുഴുവനും ലോയൽ അല്ലാതെ, ഇസ്രായേൽ മുഴുവനും ദൈവത്തിനു വേണ്ടി മറ്റുള്ളവരൊക്കെ എന്തു പറയും, ഞാനങ്ങോട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച് ലോകത്തെ നോക്കി മിണ്ടാതിരുന്നപ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വെല്ലുമിടുക്കൊന്നും വേറെ ഇതുവരെയും ഇല്ലായിരുന്നെങ്കിലും ലേവ്യ ഗോത്രം യഹോവയ്ക്ക് വേണ്ടി മാറി. എന്നിട്ട് ലേവ്യ ഗോത്രത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ സഹോദരനാണെങ്കിലും അപ്പനാണേലും അമ്മയാണേലും ഒക്കെ ദൈവം ഓരോ പ്രാവശ്യവും ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവരോട്, പഴയ നിയമത്തിൽ അങ്ങനെയാണല്ലോ, അക്ഷരികമായിട്ടാണല്ലോ ന്യായവിധി. കൊല്ലുവാനാണ് പറഞ്ഞത്. കാര്യം ഇവിടെ അതിൻ്റെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും രക്തം ചൊരിയണ്ട. അത്രയും പുതിയ നിയമത്തിലെ പ്രമാണം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ദൈവത്തിന് വേണ്ടി അപ്പനെയോ അമ്മയോ മകനെയോ ലോകത്തെയോ ഒന്നും സന്തോഷിപ്പിക്കാതെ ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുന്നവൻ, ഡെഡിക്കേഷനോട് നിൽക്കുന്നവൻ മാത്രമേ എനിക്ക് വേണ്ടി യോഗ്യനാകത്തുള്ളൂ. ഹീ ഈസ് വർത്തി ഫോർ. ഇപ്പം നമ്മൾ ഈ ദിവസങ്ങൾ നമ്മളിപ്പോഴായിരിക്കും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ പല വിഷയത്തിന്, ലോകത്തിൻ്റെ വിഷയത്തിലേക്കൊക്കെ നമ്മൾ അറിയാതെ ഇറങ്ങി അതിലങ്ങ് സ്റ്റക്കപ്പായിപ്പോയി. ലോകത്തിൻ്റെ ചിന്തകൾ, ആലോചനകളൊക്കെ നമ്മുടെ മനസ്സിൽ കയറി പല ലോകത്തിൻ്റെ വിഷയത്തിന് നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, യേശുവിന് യോഗ്യനായി തീരണം. ഇത് വിവരം അറിയുന്നത് എപ്പോഴാണെന്നറിയാം? കാഹളം ഊതുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഇന്ന സഭക്കാരുണ്ടല്ലോ, എല്ലാ പെന്തിക്കോസുകാരും സ്നാനപ്പെട്ടവരും എല്ലാം അങ്ങ് കാഹളം ഊതുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന വിചാരിക്കുന്ന അല്ല. യേശു പറയുക, ഈ ഡെഡിക്കേഷൻ ഇല്ലാത്തവൻ, മത്തായി സുവിശേഷത്തിൽ പൗലോസ് അല്ല, പത്രോസ് അല്ല, യോഹന്നാൻ അല്ല, സാക്ഷാൽ യേശു കർത്താവ് പറയുക, ന്യായം വിധിക്കേണ്ടവൻ, ഒരുവനെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നവൻ, കാഹളം ഊതുമ്പോൾ ഒരുവന് സ്വർഗീയ ശരീരം കൊടുക്കണോ വേണ്ടായോ, മധ്യാകാശത്തിൽ അവനെ പ്രവേശിപ്പിക്കണോ വേണ്ടായോ, അത് അവന് ലോകത്തിലിട്ടാൽ മതിയോ മഹാപീഡന കാലത്തിൽ എന്ന് തീരുമാനിക്കുന്ന അതേ നമ്മുടെ യജമാനൻ, നീതിയുള്ള ന്യായ കർത്താവ്, ഒരു പക്ഷാഭേദവും കൂടെ. ഹീ ഷോസ് നോ പാർഷ്യാലിറ്റി എഴുതിയേക്കുന്നത്. ആരാണേലും, ഏത് വലിയ അപ്പോസ്തലനാണേലും കർത്താവിനതൊരു വിഷയമല്ല. ദൈവം കർത്താവിൻ്റെ ഒരു പ്രിയ പൈതൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡെഡിക്കേഷൻ, ലോകത്തെ ഒന്നും അതിനുള്ള വില അത്രയേ ഉള്ളൂ. പക്ഷേ യേശുവിനുള്ള വില, ആ ഡെഡിക്കേഷൻ ഉള്ളവന് മാത്രമേ എനിക്ക് കൊള്ളാവുന്നവനുള്ളൂ. 14-ാമത്തെ വാക്യം, ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തുവാ, അങ്ങ് ഭയങ്കര വാഗ്വാദമാണ്. അങ്ങനെ നമുക്ക് അടുത്ത ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ചിലരെങ്കിലും ചുമ്മാതെ എല്ലാവരും പറയുന്നത് എനിക്കൊരു വെളിപ്പാട് കിട്ടി, എന്തുവാ ആത്മീയ കാര്യം എന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് ഓരോ കാര്യം അങ്ങ് ചിന്തിക്കുക, തീരുമാനിക്കുക, അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവവചനത്തെ അങ്ങോട്ട് വളച്ചൊടിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുക. എന്നിട്ട് ഇവർ തമ്മിൽ എന്തുവാ, വാഗ്വാദമാണ്. ഈ ബൈബിൾ കോളേജിലൊക്കെ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് ഈ ഡിബേറ്റ്.
ചില ടീമിനെ ഫോറും ആക്കും, ചില ടീമിനെ എഗൻസ്റ്റും ആക്കും. അപ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും എനിക്ക് വരുന്നത്. കാരണം ഇവർ പറയേണ്ടത് എന്തുവാ എന്ന് ഇവർക്ക് കിട്ടുന്ന അസൈൻമെൻറ്റാണ് ഈ ചോദ്യങ്ങളായിട്ട് ദേവദാസന്മാരോടൊക്കെ ചോദിക്കുന്നത്. അവിടെയൊക്കെ ബുദ്ധിയുടെ ആലോചനയിലൊക്കെ വാഗ്വാദമാണ്. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിക്കും ദൈവത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടാണ്. പൗലോസ് അപ്പോസ്തലൻ വളരെ ഡെഡിക്കേഷനോടുകൂടി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നാളുകൾ ദൈവത്തിന് പ്രാപിച്ച സഭയോട് പറഞ്ഞിട്ട് പറയുക, ഇതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തിലും ഈ പൗലോസിൻ്റെ വചനത്തോട് ചേരാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു, സഭകളുണ്ടായിരുന്നു. പൗലോസ് നിമിത്തം രക്ഷിക്കപ്പെട്ട വന്ന ദൈവദാസന്മാർ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടില്ലേ, 2 ദൈവദാസന്മാർ എൻ്റെ കൂടെ നിൽക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ പോലും എൻ്റെ കൂടെ നിന്നിട്ടില്ല. പക്ഷേങ്കിൽ വേറെ ദൈവദാസനാണ് എൻ്റെ കൂടെ നിന്നത്. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് താൻ ഹല്ലേലൂയ വേദനയോടുകൂടി 1-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ കണ്ടത്. അപ്പം ഹല്ലേലൂയ അവിടെയൊക്കെ ദൈവദാസന്മാർക്കും സഭകൾക്കൊന്നും ഈ പറയുന്ന ഈ ഡെഡിക്കേഷൻ, ഈ ക്രൂശിൻ്റെ വചനം ലോകത്തെ പ്രസാദിപ്പിക്കേണ്ട, യേശുവിനെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി. കർത്താവിനോടുകൂടി അവസാനം വരെ കഷ്ടം സഹിച്ചാൽ മാത്രമേ നീ യേശുവിനോടുകൂടി വാഴത്തുള്ളൂ എന്നുള്ള ഈ ടീച്ചിങ് അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തപ്പോൾ നീ തർക്കിക്കേണ്ട. തിമോത്തിയോസേ, നീ എന്ത് ചെയ്യണ്ട, അങ്ങനെയുള്ളവരോട് തർക്കിക്കാൻ പോകണ്ട, വിട്ടേര്. യേശു പറഞ്ഞില്ലേ അവരെനിക്ക് യോഗ്യമല്ല. ജീസസ് സെഡ് ദേ ആർ നോട്ട് വർതി ഫോർ മീ. അപ്പോൾ യേശു പറഞ്ഞു അവരെനിക്ക് യോഗ്യമല്ലതല്ല. അതുകൊണ്ട് നീ അവരെ വിട്ടേര്. നീ എത്ര വരെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചാലും നീ അവരെ നിനക്ക് അവരെ എൻകറേജ് ചെയ്യാൻ പറ്റും, പക്ഷെ തർക്കിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആത്മീയമായിട്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് നീ എന്ത് ചെയ്യേണ്ട, തർക്കിക്കേണ്ട. സ്തോത്രം. ദൈവവചനത്തിൽ എല്ലാത്തിൻ്റെയും ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലൊന്ന് പ്രവർത്തിച്ചാൽ അവരെന്ത് ചെയ്യും, അതിൻ്റെ സത്യം മനസ്സിലാക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇതുപോലെ ഡൗട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഇനി പഠിപ്പിക്കുന്ന വചനത്തിൽ പോലും ചേരുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഉടനെ ഗൂഗിൾ സെർച്ച് ചെയ്താലൊന്നും ഉത്തരം കിട്ടത്തില്ല. ChatGPT ഒക്കെ ഇപ്പോൾ നല്ലപോലെ വേഴ്സസ് ഒക്കെ എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അത്രയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. വേഴ്സസ് ഒക്കെ എടുത്ത് പ്രസൻറ്റ്. ഞാൻ വചനം പഠിക്കാൻ റെഫർ ചെയ്യുന്നില്ല. ChatGPT ഒരിക്കലും ഉപയോഗിക്കാറില്ല. പക്ഷേ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഇങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരിക്കലും ഈ ആഴങ്ങൾ പറയുവാൻ കഴിയത്തില്ല. പക്ഷേ കാരണം എന്നാ, അത് കുറച്ച് തിയോളജിയൻസിൻ്റെ ജ്ഞാനപ്രകാരം ബൈബിൾ കോളേജിൻ്റെ സിലബസ് അനുസരിച്ച് കൊടുത്തിരിക്കുന്ന ഇൻപുട്സ് നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കും. അത് ദൈവത്തിൻ്റെ. പക്ഷേ നമുക്ക് ശരിക്കും ഒരു ടീച്ചറുണ്ട്. ഈ ആഴങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ. അപ്പം നമുക്കൊരു കാര്യം സംശയമുണ്ട്, നമുക്കൊരു കാര്യം ചേരുവാൻ, എൻ്റെ കരിയർ, എൻ്റെ ഫോക്കസ് അല്ല, ദൈവത്തിന് വേണ്ടി ഇത്രയും ഡെഡിക്കേഷൻ ആവശ്യമുണ്ടോ സ്വർഗത്തിൽ പോകാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമൊക്കെ ഞാൻ അങ്ങോട്ട് പിടിച്ചു വെച്ച്, അങ്ങനെയല്ല ഇന്ന് ദേവദാസന്മാരൊക്കെ പഠിപ്പിക്കുന്നത്, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നിൻ്റെ സ്വപ്നങ്ങളെയൊക്കെ സാക്ഷാത്കരിക്കും. വചനത്തിൽ അങ്ങനെ ഒരു വേഴ്സ് ഇല്ല. സ്തോത്രം. വചനത്തിലെ വേഴ്സാണ് ഞാനിപ്പോൾ ഈ ഞാൻ പറഞ്ഞേ. ഇത് ഓരോ ലേഖനം മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡെഡിക്കേറ്റ്. വെളിപ്പാട് പുസ്തകമാണ്, ന്യായവിധി ഇനി അടുത്ത് വരുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം റൗണ്ട് നമ്മൾ ചിന്തിച്ചതാണ്. എങ്കിലും ഇങ്ങനെ ഓരോ ലേഖനങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡെഡിക്കേഷൻ വർദ്ധിച്ച് ഈ വളരെ ആഴത്തിലുള്ള വചനം കേൾക്കുമ്പോൾ നമ്മൾ ഒത്തിരി ലോകത്തിലേക്ക് ഇറങ്ങിയിരിക്കുവാണെങ്കിൽ നമുക്ക് അറിയാതെ പിരിമുറുക്കം ഉണ്ടാവും. ഈ പിരിമുറുക്കം ഉണ്ടായിട്ടാണ് 70 ശിഷ്യന്മാരാണ് യേശുവിൻ്റെ പറഞ്ഞത്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നില്ല, യേശുവിനെ പിൻപറ്റുന്നില്ല. കാര്യം യേശു കർത്താവ് ആദ്യം ഈ അപ്പം കൊടുത്തപ്പോഴൊക്കെ പറഞ്ഞത് എന്തോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ആദ്യത്തെ ഗിരിപ്രഭാഷണത്തിലൊക്കെ ഞാൻ ബ്ലെസ്സഡ് ബി ദോസ് ഹൂ, ബ്ലെസ്സഡ് ആർ ദോസ് ഹൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കാൻ രസമുണ്ടായിരുന്നു. ബ്ലെസ്സിങ് അതൊക്കെ കഴിഞ്ഞ് യേശു കർത്താവ് എൻ്റെ രാജ്യം വരും, എനിക്ക് വേണ്ടി നിൽക്കേണ്ടത്. പിന്നെ ഉണ്ട് കണ്ടില്ല, 10-ാം അധ്യായമൊക്കെ എത്തിയപ്പോൾ തന്നെ അപ്പനെയും അമ്മയും മോനും മോളും സഹോദരങ്ങളും ഈ ലോകത്തിലെ ഭവനവും ജോലിയും ഇതൊന്നുമല്ല വിഷയം. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നീ യേശുവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ പ്രാധാന്യത അത്രയേ ഉള്ളൂ. തള്ളിക്കളയാന്ന് വെച്ചാൽ കുടുംബത്തെ കളയുവാന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെയൊക്കെ പ്രാധാന്യത അത്രയേ ഉള്ളൂ. നീ യേശുവിന് വേണ്ടി നിന്നില്ലെങ്കിൽ നീ എനിക്ക് കൊള്ളാവുന്നവനല്ല. യു ആർ നോട്ട് വർതി ഫോർ മീ ഓർ മൈ കിങ്ഡം. എൻ്റെ രാജ്യത്തിനോ എനിക്കോ നീ കൊള്ളാവുന്നവൻ അല്ല എന്ന് സ്വർഗത്തിൽ കൊണ്ടുവന്ന യേശുവാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ ആഴത്തിൽ നീ പഠിപ്പിക്കുക. എന്നിട്ട് 15-ാമത്തെ വാക്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക. പ്രൈസ് ലോർഡ്. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. അവരെന്ത് ചിന്തിക്കുന്നു, ഇവരെന്ത് ചിന്തിക്കുന്നു, ഒന്നും നീ ചിന്തിക്കേണ്ട. സ്തോത്രം. ഒത്തിരി അക്സെപ്റ്റൻസ് ഒന്നും കിട്ടത്തില്ല. ഈ സത്യവചനത്തിന് എന്ത് കിട്ടത്തില്ല? കാര്യം ഇത് ലോകത്തിൻ്റെ ബുദ്ധിയുമായിട്ട് ചേരത്തില്ല. ഇപ്പം ഞാൻ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമില്ലേ, നിൻ്റെ അപ്പനെയും അമ്മയും
ഒക്കെ ഡിനായ് അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കത്തില്ല എന്ന് പറഞ്ഞ ഈ ഭാഗം നമുക്ക് എത്ര അങ്ങോട്ട് ബുദ്ധി ചിന്തിച്ചാൽ ഞാൻ എൻ്റെ ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ അപ്പനെയോ അമ്മയൊക്കെ കൂടുതൽ സ്നേഹിച്ചാൽ യേശു എന്നെ സ്നേഹിക്കത്തില്ല, തള്ളിക്കളയും. ഇത് നമ്മുടെ എൻ്റെ ഈ മാനുഷിക ബുദ്ധി. ഞാൻ ഒരു മിനിറ്റ് എൻ്റെ മനുഷ്യനിൽ നിന്ന് മാറി മാനസികമായിട്ടൊന്ന് ചിന്തിക്കാം. ഞാനിത് എങ്ങനെ ചിന്തിച്ചാൽ എൻ്റെ കുടുംബമല്ലേ, എൻ്റെ അപ്പനും അമ്മയല്ലേ, നമുക്കിതങ്ങോട്ട് ഇതല്ല പെർമനൻറ്റ് റിലേഷൻഷിപ്പ്, ഇതൊരു താൽക്കാലിക റിലേഷൻഷിപ്പ്, 70 ഏറെയായാലും 80 വയസ്സ് വരെ ഉള്ളൂ എന്നൊക്കെ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്താൽ കുടുംബത്തെ കൂടുതൽ അറിയാതെ സ്നേഹിച്ച് പോയാൽ യേശു നമ്മളെ തള്ളിക്കളയും എന്നുള്ള ഈ ഭാഗം നമ്മുടെ ഈ ബുദ്ധി വെച്ച് ചിന്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ എത്ര ചിന്തിച്ചാലും മനസ്സിലാകത്തില്ല. കർത്താവ് ക്രൂരനാണെന്നും അയ്യോ കർത്താവ് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, തള്ളിക്കളയുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കുമ്പോൾ, നമ്മളെ ദൈവം ആ ഇത് ക്രൂശിൻ്റെ പാതയാണ്. കർത്താവ് നമ്മളെ ആ ഡെഡിക്കേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ടീച്ചർ ഹല്ലേലൂയ കറക്റ്റായിട്ട് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനൊത്തിരി അക്സെപ്റ്റൻസ് ഒന്നും കിട്ടത്തില്ല. അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു പഠിപ്പീരുണ്ട്, താഴോട്ട് എഴുതിയിട്ടുണ്ട്, റൈറ്റ്ലി ഡിവൈഡിങ്. അപ്പം നീ സത്യമായിട്ട് വചനം പഠിപ്പിക്കുക. നീ കറക്റ്റായിട്ടുള്ള വചനം പഠിപ്പിച്ചില്ലെങ്കിൽ നീ ലജ്ജിച്ചു പോകും. പിശാച് നിനക്ക് അക്സെപ്റ്റൻസ് ഒക്കെ തരും, ലോകത്തിൽ ആളൊക്കെ കൂടിയെന്നിരിക്കും, പക്ഷെ നീ എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകും. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്ന യു വിൽ നോട്ട് ബി അപ്രൂവ്ഡ് ബൈ ഗോഡ്, ഇല്ലേ? ദൈവത്തിന് കൊള്ളാവുന്നവനായി തീരത്തില്ല. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന ബി അപ്രൂവ്ഡ് ബൈ ഗോഡ്. ഇവിടെ 2 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. കറക്റ്റ് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. സത്യമായിട്ട് വചനമായിട്ട് അങ്ങ് പഠിപ്പിക്കുക. മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട. ദൈവം നിന്നെ അപ്രൂവ് ചെയ്യും. നീ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല. ഇങ്ങനെ നീ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ, ആൾക്കാരെ കൂട്ടാൻ, മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ നീ കറക്റ്റായിട്ടുള്ളത് പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ആളൊക്കെ ചിലപ്പോൾ കൂടിയെന്നിരിക്കും, പക്ഷെങ്കിൽ നീ ലജ്ജിച്ച് പോകും. കാരണം സാത്താൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്ന് വലിയ പീക്കിൽ കൊണ്ടു നിർത്തിയിട്ട് നിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാ വിട്ടുപോകുന്ന നിമിഷം നിന്നെ എന്ത് ചെയ്യും? 7 ഇരട്ടി ശക്തിയോടുകൂടി ഭൂതശക്തി വന്ന് ബാധിക്കും. അപ്പോഴും നീ ദൈവദാസനായിരിക്കും, വചനം പ്രസംഗിക്കും, പക്ഷേ നീ ആൾക്കാരെ തെറ്റിച്ച് കളയും. അല്ലെങ്കിൽ യു വിൽ നോട്ട് ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ് റൈറ്റ്. അതുകൊണ്ട് തിമോത്തിയോസിനോട് പറയും, നീ കറക്റ്റായിട്ട് വചനം പഠിപ്പിക്കുക. ലോകത്തിൻ്റെ അക്സെപ്റ്റൻസ് വേണ്ട, എന്നാൽ ദൈവം നിന്നെ അപ്രൂവ് ചെയ്യും. നീ ദൈവത്തിന് കൊള്ളാവുന്നവനായി തീരും. എന്നിട്ട് നീ ലജ്ജിച്ച് പോകത്തില്ല. പക്ഷേ ഈ അല്ലാതെ പഠിപ്പിക്കുന്ന പഠിപ്പീര് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് പിന്നെ അടുത്ത ആഴ്ച ചിന്തിക്കാം. അവിടെ ഒന്ന് വായിച്ചു പൊക്കോ. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ നിന്നുകൊണ്ടിരിക്കും. ഹുമനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടുതെറ്റി. ഹുമനിയോസും ഫിലത്തോസും ഒരു കാലത്ത് സത്യത്തിന് വേണ്ടി നിന്നവർ, അവർ ഈ കറക്റ്റായിട്ട് വചനം പഠിപ്പിക്കാഞ്ഞുകൊണ്ട് അവർ നമ്മുടെ ഉള്ളിൽ നമ്മൾ വിളി അനുസരിച്ചും ദൈവം തരുന്നത് അതുപോലെ ജനത്തിന് കൊടുത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാ വിട്ടുപോകും. പരിശുദ്ധാത്മാ വിട്ടുപോകുമ്പോഴാണ് ഈ ഹുമനിയോസും ഫിലത്തോസിനെ പോലാവും. അവർ പിന്നെ പഠിപ്പിക്കുന്നതിന് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. അവർ പഠിപ്പിക്കുന്നത് ഇറ്റ് വിൽ സ്പ്രെഡ് ലൈക്ക് ക്യാൻസർ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ അർബുദവ്യാധി നിങ്ങൾക്കറിയാമല്ലോ. ക്യാൻസർ സർവൈവേഴ്സൊക്കെ ഒത്തിരി പേരുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സ്നേഹിതന്മാരുണ്ട്. അർബുദവ്യാധി പോലാണ് ഈ കറക്റ്റായിട്ടല്ലാത്ത വചനം, ഈ ഡെഡിക്കേഷനിലോട്ട് കൊണ്ടുവരാത്ത വചനം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സ്ഥിതി മാറും, നീ കാണാത്ത ദേശം, നിന്നെ മരുഭൂമിയിൽ നിന്ന് മഞ്ഞ് ദേശം, ഇതൊന്നും ബൈബിളിൽ ഇല്ലാത്ത പദങ്ങളാണ്. വെച്ചടി കയറ്റം, ഉയർച്ച വരും നിശ്ചയം. ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ ആൾ കൂടും, ഹല്ലേലൂയയുടെ ആരവം, ഫണ്ട് കൂടും, ഭയങ്കരമായിട്ട് ഓഫറിങ് വീഴും. എങ്ങനെ ജീവിക്കുന്നവരും സഭയിൽ വന്നിരിക്കും. കാര്യം അവർക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നില്ല. രൂപാന്തരപ്പെടേണ്ട, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വീണ്ടും ഭൗമികമായിട്ട് ഉയരത്തേ ഉള്ളൂ എന്ന് വിചാരിച്ച സാത്താനാണ് റെഡിയാണ്. യേശുവിനോടും പറഞ്ഞു, എന്നെ ഒന്ന് വണങ്ങിയാൽ മതി, ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി, ആ സത്യത്തിൽ നിന്ന് ഈ കാണുന്ന മഹത്വം മുഴുവൻ ഞാൻ നിനക്ക് തരാം. അപ്പോൾ ലോകത്തിൻ്റെതെല്ലാം കുറേ നാൾ നേടും. ഈ ചാത്തനെ സേവിക്കുന്നവരെ അറിയാം. സ്തോത്രം. ഞാൻ അങ്ങനത്തെ ഒത്തിരി കുടുംബങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ബന്ധുക്കളും ചില ദേശങ്ങളൊക്കെ മുഴുവൻ ചാത്തനെ സേവിക്കുന്നവരാണ്. ആ ദേശങ്ങളോടുള്ളവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ഒത്തിരി ബിസിനസ്സുകാരും ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ട്. ചാത്തനൊരു സ്വഭാവമുണ്ട്. ചാത്തനെ സേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഉയർച്ച. അതുകൊണ്ട് ഉയർച്ച കിട്ടണമെങ്കിൽ എങ്ങോട്ട് പോയാൽ മതി? അവിടെ ചെന്നാൽ ഒറ്റയടിക്കാണ് ഉയർച്ച. ഉയർത്തി കൊണ്ടിട്ട് ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലാണ് പീക്കിൽ കൊണ്ടു നിർത്തും.
എന്നിട്ട് ആ കുടുംബത്തെ തകർക്കുന്ന ഒരു തകർച്ചയുണ്ട്. അവരുടെ തലമുറകൾ ലജ്ജിച്ചു പോകും. ഈ ഉയർച്ചയിൽ നിന്ന് പിന്നെ വെല്ലോടത്തുമൊക്കെ ചെന്ന് അവരാണെ ഒട്ട് പിന്നെ സാധാരണ ലേബററായിട്ട് പണിയാൻ പറ്റത്തുമില്ല. തകർന്ന് മാനസികമായിട്ടും ഡിസ്റ്റർബ്ഡായിട്ട് തകർന്ന് തലമുറകളൊക്കെ ഉണ്ടാകുമ്പോഴേ ഉണ്ടല്ലോ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ആ ചാത്തൻ തകർത്ത അനേക കുടുംബങ്ങളെ വ്യക്തിപരമായിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും വിസിറ്റ് ചെയ്യുവാനും അവരെപ്പറ്റി കൂടുതൽ അറിയുവാനും ഈ ഒരു വിഷയം പഠിക്കുവാനും നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ നോർത്തിലൊക്കെ ആയിരുന്ന സമയത്ത് അവിടെ കാളിയെ സേവിക്കുന്നവരാണ്. കാളി മീൻസ് സെയിം സ്വഭാവം. സാത്താനും കാളിക്കൊക്കെ ഒരേ സ്വഭാവമാണെന്ന് ഞാൻ മനസ്സിലായി. 2 പേരല്ലേ ഉള്ളൂ, സാത്താനല്ല ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ സാത്താൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ ഉയർച്ച. ദൈവം നിന്നെ ഉയർത്തും, അത് അഹങ്കരിക്കാനുള്ള ഉയർത്തത്തില്ല. നീ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ കർത്താവ് തരുന്ന നന്മകളുണ്ട്, അത് നിലനിൽക്കുന്ന നന്മകളാണ്. അതൊരിക്കലും നമ്മുടെ മനസ്സതിൽ വെക്കത്തില്ല. ഈ നന്മകളുടെ കൂടെ തന്നെ കർത്താവ് കഷ്ടതയും കൂടുതൽ പാരലായിട്ട് തരും, ക്രൂശും തരും. കാര്യം ക്രൂശ് ചുമക്കാത്ത ഒരുവൻ എനിക്ക് ഉള്ളവനല്ല എന്ന് യേശു പറയുന്നു. അപ്പം ദൈവം അത് ഒരുപോലെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഹങ്കരിച്ച് പോകാതിരിക്കാൻ, ലജ്ജിച്ച് പോകാതിരിക്കാനുള്ള നന്മയും തരും, അഹങ്കരിച്ച് പോകാതിരിക്കാനുള്ള തീച്ചുള്ളയുടെ അനുഭവം തരും. അതൊക്കെ ദൈവം കർത്താവ് ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് ഓരോന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ചെയ്യുന്ന നല്ല ബാലൻസ് ചെയ്യുന്ന ക്രമീകരണം. നിങ്ങൾക്കറിയാമോ, ഈ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്രേക്ക് ഷൂവിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചൂട് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ അകത്തുണ്ടാകുന്ന ശബ്ദം, തേമാനം, ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷനാണ് വണ്ടി നിർത്തുന്നത്. പക്ഷേ ഇടുക്കി അല്ലെങ്കിൽ ഊട്ടി പോലുള്ള സ്ഥലത്തുങ്ങളിൽ ഹൈ റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഒരു ബ്രേക്ക് മാത്രം ചവിട്ടി വന്നാൽ ആ ബ്രേക്ക് ഷൂ എന്ത് ചെയ്യും? കരിഞ്ഞു പോവും. അത് കരിയാത്ത ഒരു ആസ്ബസ്റ്റോസ് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്ന പോലും അതുപോലും എന്ത് ചെയ്യും? കരിഞ്ഞു പോകും. അപ്പം ദൈവം അനുവദിക്കുന്ന ഈ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു ചൂടുണ്ട്, ഒരു വേദനയുണ്ട്, ഒരു പുകഞ്ഞ മണവും ഒരു ശബ്ദവും ഒക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ അതൊക്കെ നന്മയ്ക്കായിട്ടാണ് നമ്മളെ തന്നെ ഒന്നുകൂടി പരിശോധിച്ചു. കർത്താവേ, ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം, വല്ലാതെ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യങ്ങൾ വരുന്ന എപ്പോഴാണ്? നമ്മൾ കൺട്രോൾ വിട്ടു പോകുന്നതല്ലേ? നമ്മളറിയാതെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും ദൈവം ബ്രേക്ക് പിടിക്കും, നിങ്ങളുടെ ജീവിതത്തിലും ദൈവം തീച്ചൂളുടെ അനുഭവം, ഈ ബ്രേക്ക് പിടിക്കുന്ന അവസ്ഥകളും ബ്രേക്ക് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും ക്ഷീണങ്ങളും ഒക്കെ ഉണ്ട്. നന്മയ്ക്കായിട്ട് ആ ദൈവമക്കളെ അഹങ്കരിക്കാനുള്ളതൊന്നും ദൈവം തരത്തില്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നിയമത്തിൻ്റെ നേരെ വിപരീതമാണ് ദൈവത്തിൻ്റെ നിയമം എന്ന് മനസ്സിലാകുവാൻ ഇടയായി തീരട്ടെ. അനേക ദൈവദാസന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും വില കൊടുത്ത് ഇറങ്ങിയതാണ്, അവരൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പഠിച്ച ആ ഭാഗം, സ്വർഗരാജ്യത്തിൽ പോകണേലുള്ള കണ്ടീഷൻസ്. അവനോടുകൂടി കഷ്ടം സഹിച്ചാൽ മാത്രമേ നീ അവനോടുകൂടി വാഴത്തുള്ളൂ. നീ അവനെ തള്ളിക്കളഞ്ഞാൽ അവനും നിന്നെ തള്ളിക്കളയും. അതുകൊണ്ട് കർത്താവ് എപ്പോഴും അങ്ങ് ക്ഷമിച്ച് നിത്യതയുടെ കാര്യത്തിൽ, സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ദൈവം ചെയ്യുന്ന ഒരു കാര്യം, പഴയ നിയമമായിരുന്നെങ്കിൽ നമ്മളൊക്കെ പണ്ടേ ഔട്ടായിപ്പോയനെ, നമ്മൾ കല്ലെറിഞ്ഞ് കൊന്നേനെ, ഔട്ടായിപ്പോയനെ. പുതിയ നിയമത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്, ഇല്ലേ? എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശു കർത്താവ് സാംസന് ഒരു ചാൻസ് കൊടുക്കുക. അവൻ ശരിയാവും, ബലപ്പെടും, വിളി അനുസരിച്ച് ഒരുങ്ങും, കർത്താവിന് വേണ്ടി സംസാരിക്കും, അവൻ പ്രവർത്തിക്കും, അവൻ മറ്റുള്ളവരോട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് യേശുവിന് വേണ്ടി സംസാരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളോടും നിങ്ങളുടെ പേരും എൻ്റെ പേരും ഒക്കെ പറഞ്ഞ് മധ്യസ്ഥത വഹിക്കുന്നൊരു യേശു ഉള്ളതുകൊണ്ടാണ് ഇന്നും നമ്മൾ കൃപയിൽ നിലനിൽക്കുന്നത്. മറന്നു പോകല്ലേ. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം ഞങ്ങളെ ബലപ്പെടുത്തും.